വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. വേറൊന്നുമല്ല, നിങ്ങളെ ഇളയ മോൻ കേശു ട്യൂഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് അവനെ അപമാനിച്ച്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അയ്യോ, ഞാൻ വിചാരിച്ച മുടിയെ നോക്കി വെച്ചിട്ട് പിന്നെ ക്യാഷ് അടിച്ചോണ്ട് പോയി. ഈ പൂർവ്വപിക്ക് വരണോടിക്ക് കൊലയും നോക്കിക്കൊണ്ട് നടക്കേണ്ട എന്തിനാണാവോ? അതല്ലേ സഞ്ചരിക്കുന്ന വാഴ. നീ ഒരു കാര്യം ചെയ്ത് പ്രാവച്ചമ്പലം ചെല്ല്, ചെന്നിട്ട് ബാസി ആരും ചോദിച്ചു നോക്ക്. നിന്റെ അച്ഛനെക്കാളും വലിയ കിടിലോണ് ഞാൻ. അവിടെ അറിയാമോ? പ്രാവച്ചമ്പലം വരെ പോകാനുള്ള സമയമൊന്നുമില്ല. അങ്കിൾ തന്നെ പറയാൻ തോന്നുന്നു. അതായത് നിന്റെ ഈ ചേച്ചി എവള് ഞാൻ വ്യക്താക്ക, നിന്റെ മുമ്പ് വ്യക്താക്ക ഞാനടി. ഞാനിപ്പോ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് മൊത്തം പണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന പിള്ളേരെ ഇപ്പൊ ഫ്രണ്ട് ബെഞ്ചില്ല. അതെന്ത് പിറകത്തെ വെച്ച് ഓടി ഞാൻ പണിയാൻ കൊടുത്തേക്കണ ഛർദിച്ചെന്ന്. അയ്യോ, വാള് വെച്ചെന്ന്. വാളാ? എടി വാക്കാനിച്ചെന്ന്. അയ്യോ, ഒന്നും കഴിക്കാണ്ടിരുന്ന പിന്നെ ഛർദിക്കില്ലേ? എടി എനിക്ക് ഗർഭമുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കാ? എടി എനിക്കല്ല, അവക്ക്. മാനേജർക്ക് എന്ത് പറയുന്നു? അയ്യോ, ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. നമ്മളെ ഓഫീസിലേ അത്തപ്പൂക്കള മത്സരമുണ്ട്. അവിടെ മാത്രല്ല, കേരളത്തിൽ മൊത്തം ഉണ്ടെന്ന്, എല്ലാ ജില്ലകളിലും. വലിയ മത്സര, 9 പ്രൈസൊക്കെയാണ്. ഇനിയിപ്പം എല്ലാം തികഞ്ഞു കേട്ടോ. 1ാം സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിലല്ല നീ ഇല്ല, പിന്നെ പിള്ളേരെ കൊല്ലുന്നുള്ള പേരെനിക്ക് വീഴും. അപ്പൊ എന്നെ നാട്ടുകാർ എന്നെ വിളിക്കും പിള്ളേരെ കൊല്ലിന്റെ ഭർത്താവാണ്, പിള്ളേരെ കൊല്ലിന്റെ ഭർത്താവാണെന്ന് പറയും. അടിച്ചോണ്ടിരിക്കല്ലേ ഇരി മനസ്സിൽ പോയിട്ട് വേറെ പണിയുള്ള ഇങ്ങനെ പോയാ ചെറുക്ക ഒന്നീ ഒരു കളക്ടർ ആവും, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആവും. അവൻ ജയിലിലാണെങ്കിലോ, അവൻ ജയിലിൽ IG ആണെങ്കിലോ, അങ്ങനെയും വരാലോ. പറയുമ്പോ മൊത്തം പറയണ്ട, മുറിച്ച് പറയരുത്. ഞെട്ടിപ്പോയാലോ ഇപ്പൊ അച്ഛൻ അഴിച്ചു പോയേനെ. പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാനറിയാതെ. എന്തായാലും സിദ്ധു വരുമ്പോഴേ അച്ഛന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചോണ്ട് വരും, അത് ഉറപ്പാ. എന്താണ് വാങ്ങിച്ചിട്ട് നടന്നെല്ലാം പറഞ്ഞു. അത് സർപ്രൈസാ. പക്ഷെ ആ സർപ്രൈസ് എന്തോ ഞാൻ പറയട്ടെ. 2 പ്ലെയർ, ഒരു സ്ക്രൂ ഡ്രൈവറും. അവന് പോകാൻ പറ്റില്ലെങ്കിൽ ബാലു പോയാലും മതി. അച്ഛന് നല്ലോണം ഇളകി കളിക്കാനുള്ള കഴിവുണ്ടല്ലോ ഇപ്പോഴും. ഒരു കുഴപ്പമില്ല, ഞാൻ പൊക്കി എടുത്തോളാം. എന്റെ ലക്ഷ്യം ഒന്ന് പതുക്കെ പറ. നാട്ടുകാർ വിചാരിക്കും ഇവിടെ എന്താണ് ഇപ്പോഴേ വസ്തുവിന് വേണ്ടി അടി തുടങ്ങിയാന്ന് എല്ലാം കൂടി. എന്റെ സ്ഥലം എനിക്ക് വേണം. സ്ഥലം വേണം, ഐസ്ക്രീം വേണോ? ഐസ്ക്രീം 10 രൂപ താകെ ചോദിക്കും. ഈ സദ്യ കണ്ടു കഴിഞ്ഞാൽ ഇന്നവരെ കാണാത്ത ആർത്തിപ്പണ്ടാരം പോലെ ഇരുന്ന് കഴിക്കും. അപ്പൊ എല്ലാരും നിന്നെ ശ്രദ്ധിക്കും. എടാ, നിനക്ക് എലൈറ്റ് പീപ്പിളിന്റെ ഇടയിൽ ബിഹേവ് ചെയ്യാൻ അറിയില്ല മമ്മ. ഫുഡ് കാണുമ്പോൾ ഭയങ്കര അൺകോൺഷ്യസ് അൺകോൺഷ്യസ്. ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര കോൺഷ്യസ് ആണല്ലോ ഫുഡ് കാണുമ്പോൾ. ചേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ ആ പറയണ അച്ഛൻ തന്നെ സദ്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇല വരെ ആട് തിന്നുന്നവരെ കടിച്ചു നിന്നിട്ടല്ലേ വരത്തുള്ളൂ. ചേച്ചി, എന്താടാ പ്രസാദത്തിന്റെ കൂടെ പഴവോ പായസം ഒന്നും കിട്ടിയില്ല. ഇന്ന് വാഴലുണ്ട്, തിന്നോ. നിനക്ക് അതാണെങ്കിലും മതിയല്ലോ. മക്കളെ അടക്കള പോടാ. ഞാൻ അടുക്കള കയറൂല, ഞാൻ വല്ല പുറമണിയും ചെയ്തോളാം. അവിടെ എങ്ങനെ വൃത്തിയായിട്ട് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.